വെൽക്കം ടു മാത്സ് ആൻഡ് ട്രിക്സ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുഎസ്എസിന് പൊതുവെ കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3:10 എത്ര കൂട്ടിയാൽ 3:11 കിട്ടും? ആദ്യം തന്നെ നമ്മൾ 3:11 മാറ്റി എഴുതണം. അതായത് 3 × 3:10. ഈ 3 × 3:10 എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 3:1 എന്ന് എഴുതാം. സോ 3:1 × 3:10 is equal to 3:1 plus 10, which is equal to 3:11. ഇനി 3 × 3:10 നമുക്ക് എങ്ങനെ എഴുതാം? 3:10 plus 3:10 plus 3:10. ഇതിനെ നമുക്ക് 3:10 plus 2 × 3:10 എന്ന് എഴുതാം. സോ 3:10 2 times 3:10 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3:11 വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2:101 ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എഴുതാം. ഇതിനായി ആദ്യം തന്നെ നമുക്ക് 2ന്റെ പവേഴ്സ് എഴുതി നോക്കാം. 2:1 is equal to 2, 2 square is equal to 4, 2 cube is equal to 8, 2:4 equal to 16. ഇനി എന്താണ് 2:4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 4 വട്ടം 2നെ ഇൻഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് 2 × 2 × 2 × 2. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? 5 × 5 × 5. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. 2:5 equal to 32, 2:6 equal to 64, 2:7 equal to 128, 2:8 256, 2:9 512, 2:10 1024. ഇതിങ്ങനെ തുടർന്നു പോകും. നമ്മളിവിടെ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ 2ന്റെ പവേഴ്സിനെ നമ്മൾ 2:n എന്ന് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ n-ന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് വൺസ് പ്ലേസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2:1 ആയിരുന്നപ്പോൾ വൺസ് പ്ലേസ് 2 ആയിരുന്നു. ഇതുപോലെ 2:5 ആയിരുന്നപ്പോൾ വൺസ് പ്ലേസ് 2 ആയിരുന്നു. 2:9 ആയിരുന്നപ്പോൾ വൺസ് പ്ലേസ് 2 ആയിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, n-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയെല്ലാം റിമൈൻഡർ വരുന്നത് 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? n-നെ 2:n എന്നൊരു സംഖ്യയിൽ n-ന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴും n ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരികയാണെങ്കിൽ അവിടുത്തെ യൂണിറ്റ് പ്ലേസിലെ വാല്യൂ, യൂണിറ്റ് പ്ലേസിലെ അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ വാല്യൂ എന്നത് 2 ആയിരിക്കും. ഇനി 2 സ്ക്വയർ, 2:6, 2:10 ഇവിടെയെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ വരുന്നത് 4, 6, 10 എന്നിങ്ങനെയാണ്. n-ന്റെ വാല്യൂവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 2 ഡിവൈഡഡ് ബൈ 4, 6 ഡിവൈഡഡ് ബൈ 4, അല്ലെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 4, ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ വരുന്നത് 2 ആണ്. അപ്പോൾ n-ന്റെ വാല്യൂവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ
2n എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് വൺസ് പ്ലേസ് 4 വെച്ച് അവസാനിക്കുന്നതായി കിട്ടും. n ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ. ഇനി n ഡിവൈഡഡ് ബൈ 4 റിമൈൻഡർ 3 ആണെങ്കിൽ, അതായത് 2n എന്നതിൽ n ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെങ്കിൽ അവിടെ വൺസ് പ്ലേസിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 8 ആയിരിക്കും. ഇനി n ഡിവൈഡഡ് ബൈ 4 റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ, പൂർണ്ണമായും ഡിവിസിബിൾ ആണെങ്കിൽ, അവിടെ നമുക്ക് കിട്ടുന്ന വൺസ് പ്ലേസിലെ വാല്യൂ എന്നത് 6 ആയിരിക്കും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 101 ആണ് n-ന്റെ വാല്യൂ. 101 എന്ന് പറയുമ്പോൾ 101 എന്ന് പറയുമ്പോൾ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് വരുന്നത്. 100 ഫുള്ളി ഡിവിസിബിൾ ആണ്. സോ റിമൈൻഡർ വിൽ ബി 1. 2n-ൽ n ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ വൺസ് പ്ലേസിലെ വാല്യൂ എന്നത് 2 ആയിരിക്കും. സോ ഹിയർ ദ ആൻസർ ഈസ് 2. തേർഡ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ പെർഫെക്റ്റ് നമ്പർ ഏത്? ആദ്യം തന്നെ പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന് നോക്കാം. A positive integer that is equal to the sum of its positive divisors excluding the number itself. അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അതിൻ്റെ ഫാക്ടേഴ്സിന്റെ സമ്മ്, ആ സംഖ്യ ഒഴികെ ബാക്കിയുള്ള ഫാക്ടേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് ആ പോസിറ്റീവ് ഇൻറ്റീജർ തന്നെയാകണം. ഇനി എന്താണ് ഒരു ഇൻറ്റീജർ? ഒരു ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് പെർഫെക്റ്റ് നമ്പർ? ഏതാണ് പെർഫെക്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനായി ഓപ്ഷൻസിലെ ഓരോ നമ്പറിനെയും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. 27ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 9, 27. ഇതിൽ 27 ഒഴികെയുള്ള ഫാക്ടേഴ്സിന്റെ സം എന്ന് പറയുന്നത് 1 + 3 + 9 that is equal to 13. 13 is not equal to 27. So this is not a perfect number. ഇനി അടുത്ത നമ്പർ 28. 28ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 1, 2, 4, 7, 14, 28. ഇതിൽ 28 ഒഴികെയുള്ള ഫാക്ടേഴ്സിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ 1 + 2 + 4 + 7 + 14 എന്ന് വരും. This is equal to 28. ഇവിടെ 28 ഒഴികെയുള്ള ബാക്കി എല്ലാ ഫാക്ടേഴ്സിന്റെയും സമ്മും ആ സംഖ്യയും ഈക്വൽ ആണ്. സോ ദിസ് ഈസ് എ പെർഫെക്റ്റ് നമ്പർ. ഇനി നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 29. 29 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 29ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 29ഉം. എന്താണ് ഒരു പ്രൈം നമ്പർ? ഒരു പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ആ നമ്പറും പിന്നെ 1 മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. സോ ദ സം ഓഫ് ദ ഡിവൈസേഴ്സ് എക്സെപ്റ്റ് 29 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. 1 is not equal to 29, so this is not a perfect number. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് 30. 30യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 5, 6, 10, 15, 30. The sum of the
factors or divisors except 30. എത്രയാണ്? 42 ആണ് നമുക്ക് കിട്ടുക. 1 plus 2 plus 3 plus 5 plus 6 plus 10 plus 15 equal to 42. 42 is not equal to 30. So this is not a perfect number. So ഇവിടെ in this question the answer is 28. 28 ആണ് ഒരു പെർഫെക്റ്റ് നമ്പർ ആയിട്ട് നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം.